Hi guys, welcome back to the channel Codebox. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് previously നമ്മൾ വിട്ട രണ്ട് പ്രോബ്ലംസ്, then പൈത്തണിലെ ലിസ്റ്റ്സ് എന്താ, ട്യൂപ്പിൾസ് എന്താ ആൻഡ് ഡിക്ഷണറീസ് എന്താ. സോ വിതൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. Please like, share and subscribe. Also hit the bell icon for continuous notifications when we post a new video. Guys, this is where we left off in the last video. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം is write a program to find the greatest of three numbers. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. Guys, this is the solution for the problem. That is, the problem is Python program to find the largest of three numbers. Okay. സോ ഇതിനകത്ത് നമ്മൾ ആദ്യം മൂന്ന് വേരിയബിൾ ഉണ്ട്, num1, num2 ആൻഡ് num3. ഈ മൂന്നും ഞാൻ യൂസറിൻ്റെ കയ്യിൽ നിന്നാണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് അതിനെ ടൈപ്പ് കാസ്റ്റ് വിത്ത് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കൺട്രോൾ സ്ട്രക്ചർ. ഇതിനകത്ത് ഇഫിനകത്ത് രണ്ട് കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഇസ് num1 ഗ്രേറ്റർ ദാൻ num2 ആൻഡ് num1 ഗ്രേറ്റർ ദാൻ num3. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ num1 ഈക്വൽ ടു ലാർജസ്റ്റിന് അസൈൻ ആവുള്ളൂ. അല്ലെങ്കിൽ if num2 is greater than num1 and num2 is greater than num3. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ അഗൈൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ num2 ഈക്വൽ ടു ലാർജസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ num3 ഈക്വൽ ടു ലാർജസ്റ്റ്. ലാസ്റ്റിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ലാർജസ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. എടുത്തിട്ട് ഐ വിൽ നാവിഗേറ്റ് ടു ദിസ് ഫോൾഡർ. And execution command is python space file name, in this case q1.py. Above, as you can see, enter first number, enter second number and enter third number. As you can see, the output is the largest number is 5. Namakappo second program lotu kedakam. Second program is write a program to find the grade of a student when the marks are entered. Appo namukku ee program the solution nokam. Guys, this is the solution to the second program, that is program to find the student grade. So ഇതിനകത്ത് ഞാൻ വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ്, മാത്ത്, കമ്പ്യൂട്ടേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതായത് സബ്ജക്ട്സ്. ആൻഡ് ഇതെല്ലാം ഞാൻ യൂസർ ഇൻപുട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ ടൈപ്പ് കാസ്റ്റഡ് ടു ഫ്ലോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോട്ടലും പെർസെൻറ്റേജും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഗ്രേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇഫ് എൽസ് ലാഡർ ആണ്. അതായത് ഇഫ് പെർസെൻറ്റേജ് ഇസ് ഗ്രേറ്റർ ദാൻ 90 then it will print A grade. If percentage is greater than 80 it will print B grade. If percentage is greater than 70 it will print C grade. And അങ്ങനെ ആൻഡ് ലാസ്റ്റില് എൽസ് ഫെയിൽ എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോഗ്രാമിൻ്റെ സൊല്യൂഷൻ. നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാനായിട്ട് ആദ്യം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് നമ്മുടെ ഈ ഫയൽ ഇരിക്കുന്ന ഫോൾഡറിലോട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് പൈത്തൺ സ്പേസ് ഫയൽ നെയിം, ദാറ്റ് ഈസ് q2.py. ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്ക് വെച്ചേക്കുന്നു. സോ ഐ ആം എൻറ്ററിങ് ദ മാർക്സ്. സോ ആസ് യു ക്യാൻ സീ ദ ഔട്ട്പുട്ട് ഇസ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ വെച്ചിട്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് മനസ്സിലായി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലിസ്റ്റ് ഇൻ പൈത്തൺ. അപ്പോൾ വാട്ട് ഈസ് എ ലിസ്റ്റ്? ദ ലിസ്റ്റ് ഈസ് എ മോസ്റ്റ് വെർസറ്റൈൽ ഡേറ്റ ടൈപ്പ് അവൈലബിൾ ഇൻ പൈത്തൺ വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് എ ലിസ്റ്റ് ഓഫ് comma separated values between square brackets. And the most important thing in a list is that the elements of the list need not to be of the same type. അതായത് ഒരു ലിസ്റ്റിനകത്ത് പല ടൈപ്പ് ഓഫ് എലിമെന്റ്സ് ഉണ്ടാകാം. അതായത് സ്ട്രിങ് ആകാം, ഇൻഡിജർ ആകാം, ഫ്ലോട്ടിംഗ് പോയിന്റ് ആകാം, അങ്ങനെ പല വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഒരു ലിസ്റ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിസ്റ്റ് നെയിം ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ എലിമെന്റ്സ്. അപ്പൊ ഈ കേസിൽ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ലിസ്റ്റ് 1 ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് physics, chemistry, which are of type string,
and 1997 2000 which are of type integer. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് 2 ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റീജേഴ്സ് 1 2 3 4 5. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് 3 ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാരക്ടേഴ്സ് എ ബി സി ആൻഡ് ഡി. നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് പ്രോഗ്രാമാറ്റിക്കലി നോക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ പൈത്തൺ കൺസോൾ തുറക്കുക. പൈത്തൺ കൺസോൾ തുറക്കാനായിട്ട് ആദ്യം കമാൻഡ് പ്രോംപ്റ്റ് തുറന്നിട്ട് ഐ വിൽ ടൈപ്പ് ഇൻ പൈത്തൺ. അപ്പോൾ പൈത്തൻ്റെ കൺസോൾ തുറക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്ത് നോക്കാം. ലിസ്റ്റ് 1 ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ 1 2 3 ഹായ്. ഈ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ so I'll get the output hey 1 2 3 ഹായ്. അടുത്ത നമ്മൾ നോക്കുന്നത് എങ്ങനെയാ ഈ ലിസ്റ്റിന്റെ എലിമെന്റ്സിനെ ആക്സസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ലിസ്റ്റിന്റെ എലിമെന്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ലിസ്റ്റിനകത്ത് ഓരോ എലിമെന്റും ഓരോ ഇൻഡെക്സിലാണ് ഇരിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ ഫിസിക്സ് എന്ന് പറയുന്നത് 0th പൊസിഷനിലാണ് ഇരിക്കുന്നത്, കെമിസ്ട്രി എന്ന് പറയുന്നത് 1st പൊസിഷനിലാണ് ഇരിക്കുന്നത്, 1997 2nd പൊസിഷൻ ആൻഡ് 2000 is in 3rd പൊസിഷൻ. അപ്പോൾ എനിക്ക് ഈ ലിസ്റ്റിലുള്ള എലിമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഐ വിൽ ആക്സസ് ഇറ്റ് യൂസിങ് ദ ഇൻഡെക്സ് എലിമെന്റ്സ്. അപ്പോൾ ഇവിടെ സപ്പോസ് എനിക്കിപ്പോൾ ഫിസിക്സ് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ഇൻ ഫിസിക്സ്. അപ്പോൾ നമുക്കിത് പ്രോഗ്രാമാറ്റിക്കലി ചെയ്ത് നോക്കാം. നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് ഐ നീഡ് ടു ആക്സസ് ദ എലിമെന്റ് ഹേ. അപ്പോൾ അത് ആക്സസ് ചെയ്യാനായിട്ട് ഐ വിൽ റൈറ്റ് ഇൻ പ്രിന്റ് ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 എന്നിട്ട് ഞാൻ ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായി, എലിമെന്റ് ഹേ പ്രിന്റ് ആയി വന്നു. സപ്പോസ് എനിക്കിവിടെ 22നെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ 22 ഇരിക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ 1ലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എഴുതുന്ന കമാൻഡ് ഇതാണ് ലിസ്റ്റ് 1 ഓഫ് 1 ഈക്വൽ ടു 30. ഇനി ഞാൻ ലിസ്റ്റ് 1നെ പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ ആസ് യു ക്യാൻ സി 22 is updated to 30. സോ ഇങ്ങനെയാണ് ഒരു ലിസ്റ്റിന്റെ എലിമെന്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. സപ്പോസ് അടുത്ത ഇനി എനിക്ക് എലിമെന്റ് 30ന് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അതിനായിട്ടുള്ള ഉപയോഗിക്കുന്ന കമാൻഡാണ് del സ്പേസ് ലിസ്റ്റ് 1 ആൻഡ് 30യുടെ ഇൻഡെക്സ് നമ്പർ ഇസ് 1. ഇനി ഞാൻ ഈ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ as you can see element 30 is deleted from the list. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് some built-in functions and methods in a list. അതായത് ഈ ഫങ്ഷൻസ് ഓൾറെഡി പൈത്തൺ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് കമ്പയർ. കമ്പയറിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് CMP ബ്രാക്കറ്റിനകത്ത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് കമ്പയർസ് ദ എലിമെന്റ്സ് ഓഫ് ബോത്ത് ലിസ്റ്റ്. അടുത്തെന്ന് പറയുന്നത് ലെങ്ത്. ഈ ലെങ്ത് ഗിവ്സ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലിസ്റ്റ്. അതിന്റെ സിന്റാക്സ് വന്നിട്ട് ലെങ്ത് ഇൻ ബ്രാക്കറ്റ്സ് ലിസ്റ്റിന്റെ പേര്. അടുത്ത വന്നിട്ട് മാക്സ് ഓഫ് ലിസ്റ്റ്, അതായത് ദിസ് റിട്ടേൺസ് ദി മാക്സിമം വാല്യൂ ഫ്രം ദ ലിസ്റ്റ്. അടുത്തത് മിൻ ഓഫ് ലിസ്റ്റ്. മിൻ ഓഫ് ലിസ്റ്റ് റിട്ടേൺസ് ദി മിനിമം വാല്യൂ ഫ്രം ദി ലിസ്റ്റ്. ആൻഡ് ലാസ്റ്റ് നമുക്ക് ലിസ്റ്റ് ബ്രാക്കറ്റ്സിലെ സീക്വൻസ്, ദാറ്റ് ഇസ് ഇറ്റ് കൺവേർട്ട്സ് എ ട്യൂപ്പിൾ ഇൻ ടു എ ലിസ്റ്റ്. ഒരു ട്യൂപ്പിളിന് ലിസ്റ്റിലെ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ട്യൂപ്പിൾ എന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഒരു ട്യൂപ്പിളിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ട്യൂപ്പിൾ നെയിം ഈക്വൽ ടു പാരാന്തസിസിനകത്ത് എലിമെന്റ്സ്. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് ഇവിടെ TUP1 അതായത് ട്യൂപ്പിൾ 1 ഈക്വൽ ടു പാരാന്തസിസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, 1997 2000. അപ്പോൾ ഇതിന് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി നോക്കാം. ഞാൻ പൈത്തൺ കൺസോൾ തുറന്നിട്ടുണ്ട്. അതിനകത്ത് ഐ ടൈപ്പ് ഇൻ TUP1 ഈക്വൽ ടു ABC, 70, 80, 20. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് TUP1. ആസ് യു ക്യാൻ സി നമ്മുടെ ട്യൂപ്പിൾ പ്രിന്റ് ആയി, ദാറ്റ് ഇസ് ABC 70, 80, 20. ഒരു ട്യൂപ്പിളിന് വാല്യൂ ആക്സസ് ചെയ്യാനായിട്ട് ആസ് ഇൻ എ ലിസ്റ്റ് നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ വെച്ചാണ് വാല്യൂ ആക്സസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എനിക്കിപ്പോൾ ഫിസിക്സ് ആക്സസ് ചെയ്യണമെങ്കിൽ
I'll type in TUP bracket nathu 0. So physics access ചെയ്യും. Same as in list. ഇനി ഒരു ട്യൂപ്പിളിനകത്ത് എലിമെന്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും സെയിം ലിസ്റ്റിലെ എലിമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് TUP ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു പുതിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എലിമെന്റ് അപ്ഡേറ്റ് ആവും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ട്യൂപ്പിളിനകത്ത് ഒരു എലിമെന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ട്യൂപ്പിളിനകത്ത് ഇൻഡിവിജ്വൽ എലിമെന്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഒരു ട്യൂപ്പിളിനെ ഡിലീറ്റ് ചെയ്യണം. അത് ചെയ്യാനായിട്ടുള്ള കമാൻഡ് സെയിം ആസ് ലിസ്റ്റ് തന്നെ, DEL സ്പേസ് ട്യൂപ്പിൾ നെയിം. ഒരു ലിസ്റ്റ് പോലെ തന്നെ ഒരു ട്യൂപ്പിളിനകത്തും ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അതായത് കമ്പയർ, രണ്ട് ട്യൂപ്പിളിനെ കമ്പയർ ചെയ്യാനായിട്ട്, ലെങ്ത്, ട്യൂപ്പിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട്, മാക്സ് വിച്ച് റിട്ടേൺസ് ദ മാക്സിമം വാല്യൂസ് ഇൻ ഓഫ് എ ട്യൂപ്പിൾ, min which returns the minimum value of a tuple, and tuple ബ്രാക്കറ്റിനകത്ത് സീക്വൻസ് വിച്ച് കൺവേർട്ട്സ് എ ലിസ്റ്റ് ഇൻ ടു ട്യൂപ്പിൾ. അപ്പോൾ ഇതാണ് ട്യൂപ്പിളിനകത്ത് ഉള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണിൽ ഡിക്ഷണറി എന്നാണ്. A dictionary is a collection which is unordered, changeable and indexed. In Python, dictionaries are written in curly brackets and they have key values. അപ്പോൾ പൈത്തണിൽ കീ വാല്യൂ പേഴ്സിന് ആണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഡിക്ഷണറിയുടെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡിക്ഷണറി നെയിം ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് കീയും അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ. അപ്പൊ ഈ എക്സാമ്പിളിൽ ദിസ് ഡിക്ഷണറി ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനകത്ത് ബ്രാൻഡ്, ഫോർഡ്, മോഡൽ, മസ്റ്റാങ്, ഇയർ 1964 ആൻഡ് കേർലി ബ്രേസ് വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. As you can see, this dictionary equal to curly braces nathu brand Ford, model Mustang and year 1964 and curly braces close ചെയ്തു. അപ്പോൾ ഞാൻ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ so you can see ആ ഡിക്ഷണറി പ്രിന്റ് ആയി. ഒരു ഡിക്ഷണറിയുടെ എലിമെന്റ്സ് ആക്സസ് ചെയ്യാനായിട്ട് അതിന്റെ കീ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് ഫോർഡ് എന്ന് പറഞ്ഞ എലിമെന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ കീ ആണ് ബ്രാൻഡ്. അപ്പൊ ബ്രാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഫോർഡ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോ ഞാൻ ഇനി ഫോർഡ് എന്ന് പറഞ്ഞ എലിമെന്റിനെ മാത്രം പ്രിന്റ് ചെയ്യാം. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് പ്രിന്റ് ദിസ് ഡിക്ഷണറി ബ്രാക്കറ്റിനകത്ത് ബ്രാൻഡ്. As you can see, ഞാൻ ഫോർഡ് എന്ന് പറഞ്ഞ എലിമെന്റിനെ ആക്സസ് ചെയ്തു. സോ ദ സിൻടാക്സ് ടു അപ്ഡേറ്റ് ഫോർഡ് ഇസ് ദിസ് ഡിക്ഷണറി ബ്രാൻഡ് As you can see, Ford എന്നുള്ളത് ടാറ്റ ആയിട്ട് മാറി. I have successfully updated the element. സപ്പോസ് എനിക്ക് ഈ എലിമെന്റ്, അതായത് മോഡൽ എന്ന് പറഞ്ഞ എലിമെന്റിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് DEL സ്പേസ് ദിസ് ഡിക്ഷണറി ആൻഡ് ബ്രാക്കറ്റ്സിനകത്ത് മോഡൽ. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഈ ഡിക്ഷണറിനെ പ്രിന്റ് ചെയ്താ ആസ് യു ക്യാൻ സി മോഡൽ ഡിലീറ്റ് ആയി. സപ്പോസ് എനിക്ക് ഒരേ എലിമെന്റ് അല്ല കംപ്ലീറ്റ് ഡിക്ഷണറി തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ദ കമാൻഡ് ഇസ് DEL സ്പേസ് ദിസ് ഡിക്ഷണറി. ഇൻ ദിസ് കേസ് അതായത് ഡിക്ഷണറി നെയിം. സം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ എ ഡിക്ഷണറി. ഫസ്റ്റ് ഇസ് compare, CMP, which compares the elements of both dictionaries. Then we have length, which gives the length of the dictionary. Then we have string in brackets dictionary name. It converts the dictionary into a printable string representation. And at last we have type in brackets variable,
which returns a type of the past variable. And note the point that if the past variable is in the dictionary, then it will return the dictionary type. Thank you everyone. So this ends our session today. I hope it was a productive session and everyone was able to understand the topics. Stay tuned for our next session, which will be on loops in Python.